എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷൻ സർവേ റിപ്പോർട്ടുകളുടെ ഒരു കാലമാണിത്. എല്ലാ ചാനലുകളും ഇലക്ഷൻ സർവേ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഈ സമയത്ത് MOC ചാനലിന് വേണ്ടിയുള്ള ഇലക്ഷൻ സർവേ റിപ്പോർട്ട് ഞാൻ പുറത്തുവിടുകയാണ്. ഇനി MOC ചാനൽ എന്താണെന്ന് ഓർത്ത് ആരും തലപോയിക്കേണ്ട. മൈ ഓൺ ചാനലിനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഹിയർ ആർ മൈ ഫൈൻഡിങ്സ്, മൈ പ്രഡിക്ഷൻസ്. വിത്തൗട്ട് ബീറ്റിംഗ് ഡൗൺ ദ ബുഷ്, സ്ട്രേറ്റ് ടു ദ പോയിന്റ്. എന്റെ പ്രഡിക്ഷൻ അനുസരിച്ച് 2024 ലോക്സഭാ ഇലക്ഷനിൽ BJP കിട്ടാൻ പോകുന്ന മിനിമം സീറ്റുകളുടെ എണ്ണം 321, NDA കിട്ടാൻ പോകുന്ന മിനിമം സീറ്റുകളുടെ എണ്ണം 358, 321, 358. കഴിഞ്ഞ പ്രാവശ്യം BJP ഒറ്റയ്ക്ക് 303 സീറ്റായിരുന്നു. സോ ദിസ് ടൈം ഇറ്റ് ഈസ് +18. അതായത് 28 സംസ്ഥാനങ്ങളിൽ മിക്കവാറും പകുതിയോളം 12 മുതൽ 14 സംസ്ഥാനങ്ങളിൽ BJP NDAയുടെ ക്ലീൻ സ്വീപ്പ് ആയിരിക്കും. അതിൽ വലിയ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ 25-25, മധ്യപ്രദേശ് 29-29, ഗുജറാത്ത് 26-26 തുടങ്ങി ചെറിയ സംസ്ഥാനങ്ങളായ ഡൽഹിയിൽ 7-7, ത്രിപുരയിൽ 2-2, ഗോവയിൽ 2-2, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് തുടങ്ങി മിക്കവാറും ഈ സംസ്ഥാനങ്ങളിലെല്ലാം ക്ലീൻ സ്വീപ്പ് ആകാനാണ് സാധ്യത. BJPക്ക് സീറ്റ് കൂടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം 64 ഇത്തവണ 75 വരെയാകാം. BJP ഒറ്റയ്ക്ക് തന്നെ 70 സീറ്റോടെ കിട്ടാനാണ് സാധ്യത. വെസ്റ്റ് ബംഗാളിൽ 18 നിന്ന് 22 ആകാം, ഒഡീഷയിൽ നിന്ന് 8 നിന്ന് 12 ആകാം, ആസാമിൽ 9 നിന്ന് 12 ആകാം. അങ്ങനെ ധാരാളം സംസ്ഥാനങ്ങളിൽ. തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നുമില്ലായിരുന്നു. തമിഴ്നാട്ടിൽ 2 to 6 ആണ് പറയുന്നത്, 4 സീറ്റ്സ്. കേരളത്തിലേക്ക് തന്നെ അവസരം മടങ്ങി വരാം. അപ്പം BJPക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ടായിരുന്ന 4 സംസ്ഥാനങ്ങൾ. ഒന്ന് ബീഹാർ, മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക. അതിൽ കർണാടകയിൽ 24 കഴിഞ്ഞ പ്രാവശ്യം. അത് JDSന്റെ വരവോടെ ഒരു 10% വോട്ട് ബാങ്കുള്ള പാർട്ടിയാണ്. 22 സീറ്റ് BJP നിലനിർത്തും, 2 JDS. അപ്പം വലിയ പരിക്കില്ല, ഏകദേശം 24 തന്നെ നിലനിർത്തും. അതുപോലെ ബീഹാറിൽ 40-ൽ 33 വരെ 34 വരെ കിട്ടും. വലിയ പരിക്കില്ല, 1-2 സീറ്റിന്റെ കുറവുണ്ടാവുള്ളൂ. ഹരിയാന ചിലപ്പോൾ 2 സീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിലാണ് BJPക്ക് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്, 10 സീറ്റിന് വരെ കുറവുണ്ടാകാം. പക്ഷേ അത് പരിഹരിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ സംസ്ഥാനങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ ആന്ധ്രാപ്രദേശിന്റെ കണക്കെടുക്കുക. ആന്ധ്രാപ്രദേശ് 1 സീറ്റ് പോലും ഇല്ലായിരുന്നു NDAക്ക്. ഇത്തവണ TDP വന്നോടെ 25-ൽ 17 സീറ്റ് NDAക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റ സംസ്ഥാനം കൊണ്ട് നഷ്ടങ്ങൾ ഉള്ള 4 സംസ്ഥാനങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. അതാണ് അതിന്റെ കറക്റ്റ് പിക്ചർ. ഇനി അവിടെ 15 സീറ്റ് TDPക്കും, 1 സീറ്റ് ജനസേനയുടെ പവൻ കല്യാണും, 1 സീറ്റ് BJPക്കാണ്, 17 സീറ്റ്. ഇനി മോഡിജി പറയുന്ന 400-ലെ കണക്കിന്റെ കൂടെ ലോജിക്ക് പറയാം എങ്ങനെയാണെന്നുള്ളത് ഏകദേശം. അതായത് ഇപ്പം ഒഡീഷയിൽ 21 സീറ്റ് പറഞ്ഞു. അതിലൊരു 12 സീറ്റ് BJP കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 സീറ്റ് അത് BJD ആണ്. BJPയുടെ ഒരു ഭാഗം പോലെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ. അപ്പം ഒരു B ടീമാണ്. അതുപോലെ ആന്ധ്രയുടെ 17 സീറ്റ് പറഞ്ഞു 25-ൽ. ബാക്കിയുള്ള 8 സീറ്റ് YSRന്റെ ജഗൻ റെഡ്ഡിയാണ്. ജഗൻ എപ്പോഴും BJPയുടെ ഒരു ഭാഗം പോലെ നിൽക്കുന്നത്. ഇനി തമിഴ്നാട്ടിൽ ADMK എപ്പോൾ വേണമെങ്കിലും BJPയുടെ ഭാഗം. എന്തിനും ഉദ്ധവ് താക്കറെ പോലും ആകാം. തമ്പിങ് മെജോറിറ്റി NDA മുന്നണി വന്നു കഴിഞ്ഞാൽ ഉദ്ധവ് താക്കറെ വിഭാഗം പോലും തിരിച്ച് NDAയുടെ ഭാഗമാകും, അല്ലെ BJPയിൽ വരും. കുറച്ചുകൂടെ കടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തെലങ്കാനയിൽ കഴിഞ്ഞ പ്രാവശ്യം രേവന്ത് റെഡ്ഡി എന്നുള്ള മിടുക്കനായ നേതാവിന്റെ കഴിവിലാണ് കോൺഗ്രസ് ഭരണത്തിൽ വന്നത്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഗെയിൻ ഉണ്ടാക്കാൻ പോകുന്ന ഇത്തവണ തെലങ്കാനയിലായി 10 സീറ്റ് ഒറ്റയ്ക്ക് നേടാം. BJPക്ക് വലിയ നഷ്ടമില്ല, 4 എന്നുള്ള 5 ആകാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന രേവന്ത് റെഡ്ഡി പോലും ABVP ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളാണ്, മോഡിയുടെ കടുത്ത ആരാധകനാണ്. അതിലേറെ ഉപരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു തലതൊട്ടപ്പം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ NDAയുടെ ഭാഗമായിട്ടുള്ള TDPയുടെ ചന്ദ്രബാബു നായിഡു ആണ്. കിട്ടിയോ? ഇനി കേരളത്തിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഇത്തവണ BJP ആയിരിക്കും. അതായത് 4 മുതൽ 5% വരെ വോട്ട് വർധന എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വോട്ട് അടുത്ത് 8 മുതൽ 10 ലക്ഷം വോട്ടിന്റെ വർധന ഇത്തവണ BJP കേരളത്തിൽ ഉണ്ടാക്കും. ഒരു താരതമ്യം പറഞ്ഞു കഴിഞ്ഞാൽ 3.28% വോട്ടേ ഉള്ളൂ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്. 6 ലക്ഷം വോട്ട് കേരളത്തിൽ കഴിഞ്ഞ രാഷ്ട്രീയ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം. അതിലേറെ വോട്ട് വർധന ഇത്തവണ BJPക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് എങ്ങനെ സീറ്റായി പരിണമിക്കും എന്നുള്ളത് 7 മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് ഇത്തവണ BJP പിടിക്കും, അല്ലെങ്കിൽ NDA പിടിക്കും. 3.5 ലക്ഷം വോട്ട് മതി. 10 ലക്ഷം വോട്ടാണ് ശരാശരി പോൾ ചെയ്യപ്പെടുന്ന 20 മണ്ഡലങ്ങളിൽ. 3.5 ലക്ഷം വോട്ടുണ്ടെങ്കിൽ ന്യായമായിട്ട് വേണമെങ്കിൽ ജയിക്കാം, നല്ല സാധ്യതയുണ്ട്. അപ്പം 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിക്കുന്ന 7 മണ്ഡലങ്ങൾ, അത് എത്രത്തോളം ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ജൂൺ 4 നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.